ഷോ എൻ്റെ കണ്ണുനീര് ഒറ്റ മനുഷ്യനും കാണുന്നില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ മറ്റുള്ളവരുടെ സാന്നിധ്യം നാം ആഗ്രഹിക്കും. ആ സമയത്തെ ഒരു വാക്കു മതി നമുക്ക് 1000 പേരുടെ ബലം നൽകുവാൻ. പല തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാൻ ഒരുപക്ഷെ ആ ഒരു വ്യക്തി മതിയായിത്തീരും. പലരും പുറമേ കരഞ്ഞില്ലെങ്കിലും അകമേ ഉരുകി ജീവിക്കുന്നവരാണ്. അപ്പോൾ തന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കുവാനും ധാരാളം ആളുകൾ കാണും. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിൻ്റെ അനർത്ഥത്തിൽ സ്നേഹിതർ സഹതപിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. കഷ്ടതയുടെ കാരണങ്ങൾ അപഗ്രഥിച്ച് വിദഗ്ധമായി കുത്തി വേദനിപ്പിക്കുകയായിരുന്നു അവരൊക്കെയും. കടുത്ത വേദനയും ഏകാന്തതയും നൈരാശ്യവുമൊക്കെ അനുഭവിക്കുന്ന അവസരമാണല്ലോ ദുഃഖത്തിൻ്റെ സാഹചര്യം. ആ സമയത്ത് സ്നേഹസാന്നിധ്യമുള്ളവർ എത്ര ആശ്വാസമാണ്. യുദ്ധത്തിൽ മുറിവേറ്റ ഫിലിപ്പ് സിഡ്നി സമീപത്ത് വേദനപ്പെട്ട് നെടുവീർപ്പെടുന്ന മറ്റൊരു സാധാരണക്കാരനായ പട്ടാളക്കാരനെ കാണുവാനിടയായി. ആ പടയാളിയുടെ ദയനീയമായ നോട്ടം കണ്ട് പറഞ്ഞു, ഈ വെള്ളം ആ കിടക്കുന്ന സൈനികന് കൊടുക്കുക, എന്നേക്കാൾ കൂടുതൽ ആവശ്യം അയാൾക്കാണ്. വേദനിക്കുന്നവരുടെ ഉള്ളിലെ കണ്ണുനീര് കാണുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമാണല്ലോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനെ കുരങ്ങനെന്ന് വിളിച്ച് ആക്ഷേപിച്ച വ്യക്തിയാണ് സ്റ്റാൻറ്റൺ. എബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റായപ്പോൾ തൻ്റെ മന്ത്രിസഭയിൽ പ്രഥമ സ്ഥാനം കൊടുത്തതും സ്റ്റാൻറ്റന് ആയിരുന്നു. ആ സ്ഥാനത്തിന് തക്ക യോഗ്യൻ അയാൾ തന്നെ ആയിരുന്നു എന്നാണ് ലിങ്കൺ പറഞ്ഞത്. ആക്ഷേപങ്ങളെ നേരിടുമ്പോഴും ലിങ്കൻ്റെ കണ്ണുനീർ ആരും കണ്ടില്ല. എന്നാൽ കണ്ണുനീർ കണ്ട ദൈവം പരാജയങ്ങളിൽ നിന്നും ഉന്നത പദവികളിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. അതൊരു ദൈവനിയോഗം തന്നെയായിരുന്നു. പരാജയമെന്ന് ചിന്തിച്ച് ആശയറ്റവരായാൽ ജീവിതം ഇവിടെ വഴിമുട്ടിപ്പോകും. ഇന്നൊഴുക്കുന്ന കണ്ണുനീരിന് വിലയുണ്ട്. ദൈവം അതിന് വിലയിടും. അത് വിദൂരമല്ല. ഭക്തനായ ദാവീദ് പറയുന്നു, എൻ്റെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ ആക്കി വയ്ക്കുന്നു. ആ കണ്ണുനീർ ദൈവം കാണുന്നു. പരിഭവമില്ലാതെ വേദനിപ്പിച്ചവരോട് പിണക്കമില്ലാതെ ശത്രുതയില്ലാതെ നമ്മുടെ യാത്ര നമുക്ക് തുടരാം. അവരെയും നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുനീർ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന നല്ലവനായ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ആ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.